എല്ലാ പ്രിയമുള്ളവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദൈവവചന ധ്യാനത്തിന് ആധാരമായിരിക്കേണ്ടതിന് യോവേൽ പ്രവാചക പുസ്തകം 2-ാം അധ്യായം 18-ാം വേദസൂക്തം 18-ാം വാക്യം ദൈവമക്കളിൽ ഒരാൾ പൊതുസഭ കേൾക്കെ വായിച്ച് സഹായിച്ചാലും. യോവേൽ പ്രവാചക പുസ്തകം 2-ാം അധ്യായം 18-ാമത് വാക്യം. വായിച്ച് കേൾക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. തീഷ്ണവാനായ യഹോവ എന്നുള്ളതാണ് നമ്മുടെ ധ്യാനത്തിന് ആധാരമായ വിഷയം. ദൈവം എനിക്ക് വേണ്ടി തീഷ്ണനായി എഴുന്നേറ്റാൽ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ തീഷ്ണത ഓദറ ഫിലദൽഫിയ സഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ തീഷ്ണത വെളിപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഇന്ന് ഈ ചോദ്യത്തിൻ്റെ കീഴിൽ വരുന്ന വിഷയത്തിന് ഒത്തിരി വിസ്തൃതിയുണ്ട്. ഒന്ന്, തീഷ്ണൻ, തീഷ്ണത എന്ന മലയാള പദകോശത്തിൻ്റെ നിർവചനങ്ങൾ ഇതൊക്കെയാണ്. ചൂടുള്ള, മൂർച്ചയുള്ള, എരിവുള്ള, ഭക്തിയുള്ള, ശക്തിയുള്ള, ഓജസ്സുള്ള, ഉത്സാഹമുള്ള. സ്തോത്രം. ഇതാണ് മലയാള നിഘണ്ടു നമുക്ക് നൽകുന്ന ഏത്? തീഷ്ണത. സ്തോത്രം. തീഷ്ണത. അപ്പോൾ ഒന്ന് ശാന്തമായി ധ്യാനിക്കാമോ? സ്തോത്രം. ചൂടുള്ള, മൂർച്ചയുള്ള, എരിവുള്ള, ഭക്തിയുള്ള, ശക്തിയുള്ള, ഓജസ്സുള്ള, ഉത്സാഹമുള്ള ഈ സപ്താർത്ഥങ്ങളാണ്. സപ്തം എന്ന് പറഞ്ഞാൽ എന്താ? 7. അർത്ഥം നല്ല ചെരുവിയിലെ സപ്താർത്ഥങ്ങളാണ് ഏതിനുള്ളത്? തീഷ്ണതയ്ക്കുള്ളത്. അടുത്തത് യഹോവ, യാഹ്വേ. അപ്പോൾ ഇന്ന് വായിച്ച വാക്യം സിമ്പിളായി തോന്നിയെങ്കിലും ഇത് നമ്മൾ പ്രതീക്ഷിച്ച പോലല്ല. അല്പം എന്തുണ്ട്? ഇതിൻ്റെ ഉള്ളിൽ കാതലുണ്ട്, കഴമ്പുണ്ട്. ദാവീദും ഗോലിയാത്തും അല്ല. അത് നല്ല വിഷയമാട്ടോ. എന്നാൽ എപ്പോഴും അതായാൽ അപ്പം ഇന്ന് നമ്മൾ കേൾക്കുന്നത് ദാവീദും ഗോലിയാത്തും അല്ല. ശാന്തമായി നമുക്ക് ധ്യാനിക്കാം. നോക്കൂ, യഹോവയായ ദൈവം, യഹോവ, യഹോവ വെളിപ്പെട്ടെടുത്തൊക്കെ ഈ തീഷ്ണതയും യഹോവയും കൂടെ വീണ്ടും വെളിപ്പെടുത്തിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. 2 വാക്യങ്ങൾ ഈ പദകോശത്തിലെ അർത്ഥം ഗ്രഹിപ്പാൻ വേണ്ടി. ഒന്ന്, 34-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. 34:14 വായിച്ചാലും. പുറപ്പാട് പുസ്തകം 34:14 വായിച്ചു. അത് കഴിഞ്ഞിട്ടാണ് വേണ്ടത്. യഹോവയുടെ നാമം തീഷ്ണൻ. നോക്കണേ, യാഹ്വേ എന്ന നാമത്തിന്റെ പ്രത്യേകത എന്താണ്? തീഷ്ണൻ. എന്തോന്ന്? തീഷ്ണൻ. അതുകൊണ്ട് നമ്മുടെ കർത്താവ് മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. സ്തോത്രം ചെയ്യാം. സങ്കീർത്തനം 121 പ്രയോഗം ശ്രദ്ധിച്ചിട്ടില്ലേ? മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ആര്? യഹോവ. യഹോവയ്ക്ക് മന്ദതയില്ല, മന്ദനല്ല. ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, മന്ദനല്ല, മന്ദൻ എന്ന് പറഞ്ഞാൽ മന്ദത പിടിച്ചിരിക്കുന്നവനല്ല. ആര്? യഹോവ. ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. സ്തോത്രം. നമ്മുടെ ദൈവം ഒരു അവശനുമല്ല, വിവശനുമല്ല. സ്തോത്രം. നാം ആരാധിക്കുന്ന കർത്താവ് തീഷ്ണനാണ്. ഇന്നിവിടെ സപ്ത മഹിമ പൂർണ്ണനായി എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവ് തീഷ്ണനാണ്. ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തിരിക്കുന്ന എത്ര പേർക്ക് ഉറപ്പുണ്ട്?
ഞാൻ ആരാധിക്കുന്ന കർത്താവ് തീഷ്ണനാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ അകത്തല്ലേ ഇപ്പോൾ ആ കർത്താവ് വസിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ തീഷ്ണനുണ്ട് എന്ന തീഷ്ണതയോടെ പറയാൻ വീക്ഷണമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താമോ? എൻ്റെ അകത്ത് തീഷ്ണനുണ്ട് എന്നുള്ള ആമേൻ, അത് പറയാനുള്ള തീഷ്ണത എത്ര പേർക്കുണ്ട്? ആ വീക്ഷണം എത്ര പേർക്കുണ്ട്? ആ വീക്ഷണമുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തീഷ്ണനെ കുറിച്ചുള്ള വീക്ഷണം, ആമേൻ, അതിൻ്റെ ധ്യാനവും കൂടെ തീഷ്ണതയോടെ വേണം. അപ്പോൾ 2 പ്രയോഗങ്ങൾ. ഇനി ഒരു വാക്യവും കൂടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു ഇതിനോട് ചേർത്തി. ആമേൻ. യെശയ്യാ പ്രവചനം അതിൻ്റെ 63:16 യഹോവ എന്ന വാക്കിൻ്റെ നിർവചനം കൊടുത്തിട്ടുള്ളത്. 63:16 നീയല്ലോ ഞങ്ങളുടെ അവിടുന്ന് ഒരു പ്രയോഗം എടുക്കുന്നു, യുഗാരംഭം മുതൽ. അല്ലേ, യുഗാരംഭം മുതൽ. അതിൻ്റെ മൂലഭാഷയുടെ പ്രയോഗം ശ്രദ്ധിച്ചാൽ സമയാരംഭം മുതൽ, കാലാരംഭം മുതൽ എന്നൊക്കെയാണ്. സ്തോത്രം. സമയമെന്നാരംഭിച്ചു, ഈ ക്ലോക്കിലെ സമയമെന്നാരംഭിച്ചു. സന്ധ്യയായി ഉഷസ്സുമായി. പുനർസൃഷ്ടിക്ക് മുൻപ് ഈ സൃഷ്ടി ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം എഴുതിയത് ആരാ? ആദാമല്ലേ? ആദാമും കൂടെ ഇരുന്നല്ലേ എഴുതിയേ? മോശയാണ്. മോശ ഈശനിൽ ചാരി മോശയ്ക്ക് പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച മോശമല്ലാത്ത ആശയങ്ങൾ ഈശൻ നൽകിയ ആശയം എന്ത് ചെയ്തു? സ്തോത്രം. അപ്പം മോശയ്ക്കാണ് ഇത് പർവ്വതത്തിൽ നിന്ന് കിട്ടിയത്. മോശയാണ് എഴുതിയത്. മോശ എഴുതിയ കാലം ഒന്ന് മനസ്സിൽ കുറിച്ചുകൊണ്ട് വേണം BC 4000 ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കാൻ. മോശ എഴുതിയതിന് അപ്പുറത്തുള്ള കാര്യം എഹെസ്കേൽ എഴുതിയിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് വേറെ യോഗത്തിൽ ചിന്തിക്കാം. സ്തോത്രം. യിരെമ്യാവ് അതിനപ്പുറത്തുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ ദീർഘദർശി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ വാക്ക് യുഗാരംഭം മുതൽ, സമയാരംഭം മുതൽ, അർത്ഥാൽ കാലാരംഭം മുതൽ. വായിച്ചേ. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാകുന്നു. പഴയ നിയമത്തിൽ ഒരു വീണ്ടെടുപ്പുകാരൻ എന്തെല്ലാം യോഗ്യതകൾ വേണം? വാക്യസഹിതം തെളിയിക്കണ്ട. 1, ഏറ്റവും അടുത്ത ചാർച്ചക്കാരനായിരിക്കണം. 2, വീണ്ടെടുക്കാൻ മനസ്സുള്ളവനായിരിക്കണം. ഏറ്റവും അടുത്ത ചാർച്ചക്കാരന് വീണ്ടെടുക്കാൻ മനസ്സില്ലെങ്കിൽ ചില നടപടിക്രമങ്ങളുണ്ട്. അത് പൂർത്തീകരിച്ച് എന്ത് ചെയ്യണം? അടുത്ത ചാർച്ചക്കാരനെ വീണ്ടെടുക്കാം. ഇതുപോലെ ന്യായപ്രമാണമെന്ന ചാർച്ചക്കാരന് മനസ്സില്ലാതെ വണ്ണം മാറി നിന്നു. മാത്രമല്ല, വീണ്ടെടുപ്പുകാരൻ മുതലുള്ളവനാകണം. വീണ്ടെടുപ്പിൻ്റെ സമസ്ത ഗുണലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ലക്ഷണാരൂപിയാം വീണ്ടെടുപ്പുകാരനാണ് നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് എന്നുള്ളത് നമുക്ക് തെളിവ് സഹിതം വചനത്തിൽ നിന്നുണ്ട്. 1, ഈ സകലത്തെയും പടച്ചവനായ മുതലാളി, വിലമതിക്കാൻ പറ്റാത്ത അവൻ്റെ പുണ്യാക രക്തമെന്നുള്ള സ്വർഗത്തിന് പോലും വിലമതിക്കാൻ പറ്റാത്ത മുതൽ മുടക്കി. അന്നേരമാണ് ഒരു വിലയില്ലായിരുന്നു നമുക്ക് ഇത്ര വിലയൊക്കെ കൂടിയത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവ പൈതലിന് മാർക്കറ്റ് കൂടിയത്, വില കൂടിയത് യേശുവിൻ്റെ രക്തം വന്ന് ടച്ച് ചെയ്തതിന് ശേഷമാണ്. അതിനു മുമ്പുള്ള നമ്മുടെ യോഗ്യത, നമ്മൾ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ, വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യർ, ലോകത്തിൽ ദൈവമില്ലാത്തവർ, പ്രത്യാശയില്ലാത്തവർ, പാളയത്തിന് വെളിയിൽ പാർക്കാൻ വിധിക്കപ്പെട്ടവർ, കാബൂൽ പ്രദേശത്ത് പാർക്കപ്പെട്ടവർ ഇല്ലേ? ഒരു കനാന്യ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, അവളോട് യേശു പറഞ്ഞു, മക്കളുടെ അപ്പം നായക്കുട്ടിക്കില്ല. അന്നേരം അവൾ പറഞ്ഞു, ഞാൻ നായക്കുട്ടി തന്നെയാണ്, എന്നാൽ അങ്ങനെയെങ്കിൽ ആ കുട്ടിയുടെ 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 കുട്ടികളാണ് നമ്മൾ പലരും. വല്ലതും മനസ്സിലാകുന്നെങ്കിൽ കർത്താവിന് മഹത്വം കേൾക്കാം. ഒരു യോഗ്യതയും നമുക്കില്ലായിരുന്നു.
നമുക്ക് വല്ല യോഗ്യത വന്നത് അവിടുത്തെ പുണ്യാഹ രക്തം നമ്മെ വന്ന് ടച്ച് ചെയ്തപ്പോഴാണ്. യേശുവിൻ്റെ രക്തത്താൽ എനിക്ക് കിട്ടിയ യോഗ്യതയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഏത് വ്യക്തിയെയും സമൂലമായി മാറ്റാൻ അധികാരവും കഴിവുമുള്ളവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. എന്നെയൊക്കെ കർത്താവ് ഒരിക്കത് ഞാൻ ഇന്നും ഓർക്കാറുണ്ട്. പരിക്കനായി എന്നെ മെരുക്കി ഒരുക്കിയ കരുത്തനാണ് എൻ്റെ കർത്തൻ. സ്തോത്രം. അത്രയും പറഞ്ഞ് നിർത്തുക. ആമേൻ, ഹല്ലേലൂയ. ആ ഒരിക്കലൊക്കെ വലിയ, അതൊക്കെ വിസ്തൃതിയുള്ള വിഷയം, വിസ്താരഭയവും വിഷയം വിശകലമായും കിടക്കുന്നത് കൊണ്ട് അവയുടെ വിശകലനത്തിലേക്ക് ചെന്നാൽ നിങ്ങൾ വിഷമവൃത്തത്തിലാകും. അതുകൊണ്ട് ഈ വിഷയത്തിൽ തന്നെ നിൽക്കാം, നമുക്ക് ധ്യാനിക്കാം, എടുക്കാം. ആമേൻ. ഈ യുഗാരംഭം മുതൽ, അപ്പോൾ വീണ്ടെടുക്കാൻ മുതലുള്ളോൻ, രണ്ട് ന്യായപ്രമാണമെന്ന ചാർച്ചക്കാരന് വീണ്ടെടുക്കാൻ മനസ്സില്ലാതെ മാറി നിന്നപ്പോൾ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിക്കേണ്ടതിന് കാലസമ്പൂർണതയിൽ അവതരിച്ച കാലകതിരവനായ ക്രിസ്തു, സ്വത്രം. അടുത്തത് യേശു കർത്താവ്. അങ്ങനെ ദൈവത്തിൽ നമുക്ക് വീണ്ടെടുപ്പായി തീർന്നു. അതൊരു വീണ്ടെടുപ്പ് എന്നുള്ളത് വലിയ ഒരു വിഷയമാണ്. വീണ്ടെടുപ്പ്, അതിനെക്കുറിച്ച് ദൈവമക്കൾക്ക് ഇവിടെ അപബോധമുണ്ട്. അപ്പോൾ തീഷ്ണൻ, നമ്മുടെ കുറിവാക്യത്തിൽ നിൽക്കണ്ടേ? ആമേൻ. തീഷ്ണൻ, തീഷ്ണൻ, തീഷ്ണതയോടെ വെളിപ്പെടുന്നത് എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? വീണ്ടെടുപ്പ് എന്ന പ്രക്രിയ നടപ്പിൽ വരുത്താൻ. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? വീണ്ടെടുപ്പ് എന്ന പ്രക്രിയ നടപ്പിൽ വരുത്താൻ തീഷ്ണത കാണിച്ച തീഷ്ണനാണ് നമ്മുടെ കർത്താവ്. ഒന്നും കൂടെ തെളിച്ചു പറഞ്ഞാൽ, ആമേൻ, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി തീഷ്ണതയോടെ ഇടപെട്ടവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നമ്മെ വീണ്ടെടുക്കാൻ നമ്മുടെ കർത്താവ് വന്നത് ആടിത്തൂങ്ങിയല്ല വന്നത്, കൃത്യസമയത്താണ് വന്നത്. 69 70 ആഴ്ചവട്ടങ്ങൾക്ക് ഇടയിൽ 69ാമത്തെ ആഴ്ചവട്ടം കൃത്യമായി പൂർത്തീകരിക്കുന്ന സമയം, ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ അഭിഷക്തൻ ഛേദിക്കപ്പെടും എന്ന് പറഞ്ഞ ആ കാലസമ്പൂർണത, ഗലാത്യർ 4-ാം അധ്യായത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കാലസമ്പൂർണതയിൽ, 4:4 കാലസമ്പൂർണതയിലാണ് നമ്മുടെ കർത്താവ് അവതരിച്ചത്. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാം. അപ്പോൾ നമ്മുടെ കർത്താവ് തീഷ്ണനാണ്. അപ്പോൾ വീണ്ടെടുപ്പ് എന്ന പ്രക്രിയയിൽ അവൻ്റെ തീഷ്ണത എന്നുള്ളത് അതും വിശാലമായതാണ്. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ്, ജാതിപരമായ വീണ്ടെടുപ്പ്, സ്തോത്രം. ആമൻ. നമ്മുടെ പ്രാണന്റെ വീണ്ടെടുപ്പ്, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്, ആമൻ. ഈ പ്രപഞ്ചത്തിൻ്റെ വീണ്ടെടുപ്പ്, ഇങ്ങനെയുള്ള വീണ്ടെടുപ്പ് എന്നുള്ളത് തന്നെ പിരിച്ചു പഠിക്കേണ്ട വിഷയമാണ്. ഇതിനകത്ത് എല്ലാം അയഞ്ഞ സമീപനമല്ല. ആമൻ. നമ്മുടെ കർത്താവിനുള്ളത് സമയബന്ധിതമായി കൃത്യം നിർവഹിക്കുന്ന ഉത്തമ മാതൃകാ പുരുഷനായ, ആമൻ, സ്വത്രം, തീഷ്ണനാണ് നമ്മുടെ കർത്താവെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഇസ്രായേലിനോട് ജാതിപരമായി ഇടപെടുന്ന ദൈവം, ഇസ്രായേൽ എന്നുള്ള സംജ്ഞ വേദപുസ്തകാർത്ഥത്തിൽ അപഗ്രഥിക്കുമ്പോൾ ഇസ്രായേൽ എന്നൊരു വ്യക്തിയെ വിളിച്ചിട്ടുണ്ട്, ഇസ്രായേൽ എന്നൊരു കുടുംബത്തെ വിളിച്ചിട്ടുണ്ട്, ഇസ്രായേൽ എന്നൊരു ജാതിയെ വിളിച്ചിട്ടുണ്ട്, ഇസ്രായേൽ എന്നൊരു രാഷ്ട്രത്തെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലേ എന്നുള്ള വിളി, ഇനി വെറും ഇസ്രായേൽ എന്നുള്ള ആ ഉച്ചാരണത്തിൽ അല്പം വ്യത്യസ്തമായി വിളിച്ചിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, 10 ഗോത്രത്തെ മാത്രം. സ്തോത്രം. അപ്പോൾ ഈ വാക്കിന് വിസ്തൃതിയുണ്ട്. സ്തോത്രം. അർത്ഥാൽ വ്യാപ്തിയുണ്ട്. ഈ സംജ്ഞയ്ക്ക് മുൻപിൽ വിസ്തൃതിയുണ്ട്. അപ്പോൾ നമ്മുടെ കുറിവാക്യം ചില്ലറ വാക്യമല്ല. സ്തോത്രം. ഹല്ലേലൂയ. ചാക്കുംപടിയല്ല, കണ്ടെയ്നർ കണക്കിനല്ല. സ്തോത്രം. നിറയെ വിശാലമായ ഗോഡൗൺ കണക്കിന് നിറയ്ക്കാനുള്ള സബ്ജക്റ്റ് ഉണ്ട് ഇതിൽ. ഏതിലാ? നമ്മുടെ കുറിവാക്യത്തിൽ. സ്തോത്രം. നമ്മൾ കുറിവാക്യത്തിൽ എത്തിയിട്ടേ ഉള്ളൂ.
ഇനി കുറിവാക്യം ഒന്നും കൂടെ വായിച്ചു. ആ ആ മതി. എന്തിനു വേണ്ടി യഹോവ തീക്ഷ്ണത കാണിക്കുന്നു? അതിലേക്ക് നമ്മൾ വരുന്നത്. 4 കാര്യങ്ങൾക്ക് യഹോവ തീക്ഷ്ണത കാണിക്കുന്നുണ്ട്. അതിലെ ഒന്നാമത്തെ പോയിന്റ് തൻ്റെ ജനത്തെ ആദരിക്കാനുള്ള തീക്ഷ്ണതയാണ്. അത് ഗ്രഹിക്കണമെങ്കിൽ യോവേൽ പ്രവചനം മുഴുവനും ഒന്ന് പഠിക്കണം. ഈ യോവേൽ പ്രവചനത്തിന് അതിൻ്റെ താക്കോല്, ഒരു താക്കോലുണ്ടെങ്കിലേ തുറന്ന് കയറാൻ പറ്റത്തുള്ളൂ. ഈ ഹോളിനകത്ത് കയറണമെങ്കിൽ എതിലേ തുറന്നാൽ കയറാൻ പറ്റുമെന്നുള്ളത് അറിഞ്ഞാലേ കയറാൻ പറ്റുള്ളൂ. ഇതിന് കയറാനൊരു വഴിയുണ്ട്. ഇത് പൂട്ടിയിറങ്ങുന്നൊരു വഴിയുണ്ട്. ഇതര പ്രവചന ഗ്രന്ഥങ്ങൾ എന്ന പോലെ ഒരു തലവാചകം എന്തിനില്ല? ഹോശിയ പ്രവചനം തുടങ്ങുന്നത് എങ്ങനെയാ? ഉസിയ യോദ്ധാമാകാസ് ഗസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത്, ആ സമയത്തുമാണ് ഇസ്രയേൽ രാജാക്കന്മാരുടെ കാലത്ത്. ആമോസ് തുടങ്ങുന്നത് എങ്ങനെയാ? അല്ല, അതിൻ്റെ താഴെയുണ്ട് പിന്നെ അഡ്രസ്സ്. ഉസിയ യോദ്ധാമാകാസ് ഗസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലം സമം 8-ാം നൂറ്റാണ്ടിലെ ഈ പ്രവചനങ്ങളൊക്കെ തുടങ്ങുന്നത് അങ്ങനെയാണ്. ഒരു അഡ്രസ്സൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അല്ലേ? യോവേൽ, ബെഥുവേലിൻ്റെ മകനായ യോവേൽ. ഇതിനപ്പുറത്ത് വേറൊന്നുമില്ല. എന്ന്, എപ്പോ, ആരോട് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഒരു രാജാവിൻ്റെയും പേര് ഇവിടെ കാണാത്തത് കൊണ്ട്, പ്രത്യേകിച്ച് ഇസ്രയേലിൻ്റെ രാജാക്കന്മാരുടെ ക്രമത്തിനകത്ത് പേർ ഉൾപ്പെടുത്താൻ ജൂതൻ ഇഷ്ടപ്പെടാത്ത ഒരു കാലത്ത് പ്രവചിച്ചോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. 2, ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ ഒരു തെളിവും കൂടെ എടുക്കാം. എന്നിട്ട് ഞാൻ ഇപ്പം പറഞ്ഞതിലേക്ക് വരും. 2-ാം അധ്യായം, അതിൻ്റെ 3-ാം അധ്യായം. എബ്രായ ബൈബിളിൽ 3-ാം അധ്യായം ഇല്ല. യോവേൽ പ്രവചനം 2 അധ്യായം ഉള്ളൂ. എന്നാൽ മലയാളം ബൈബിളിനകത്ത് 3 അധ്യായമുണ്ട്. അതിനകത്തെ 13-ാമത്തെ വാക്യം ഒരു പാരഗ്രാഫ് തുടങ്ങിയല്ലേ തുടങ്ങുന്നത്? അല്ലേ? 9-ാം വാക്യം തെറ്റിപ്പോയി. വായിച്ചേ. യുദ്ധത്തിനൊരുങ്ങണമെങ്കിൽ എന്ത് വേണം? സൈന്യം വേണം. BC 606 അവരുടെ സൈന്യം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. 10 ഗോത്രത്തിന് അതിന് മുമ്പ് സൈന്യം നഷ്ടപ്പെട്ടു. അടുത്തത് ഇനി 2:15 വായിച്ചോ. 2:15 ആ വാക്കാ കിട്ടേണ്ടത്. സിയോൻ. അപ്പോൾ സൈന്യം നഷ്ടപ്പെടുന്നതിന് മുൻപ് പ്രവചിച്ചു. 2, സിയോൻ രംഗപ്രവേശനം ചെയ്തതിന് ശേഷം പ്രവചിച്ചു. ഉള്ളിൽ തെളിവെടുക്കുന്നത്. ആമേൻ. സിയോൻ രംഗപ്രവേശനം ചെയ്തത് എന്നാണ്? സിയോന്റെ പേര് തപ്പിപ്പോയാൽ ഉൽപ്പത്തിയിൽ നിന്ന് കിട്ടും. എന്നാൽ സിയോൻ എന്നുള്ള പേര് രംഗപ്രവേശനം ചെയ്തത് ഒർണാന്റെ നിലം ദാവീദ് മേടിച്ച ശേഷമൊക്കെയാ അല്ലേ? സ്തോത്രം. അപ്പോൾ ദാവീദിന്റെ കാലത്തിന് ശേഷവും, സ്തോത്രം, ആമേൻ, സൈന്യവും രാജാക്കന്മാരും നഷ്ടപ്പെട്ട കാലത്തിന് മുൻപുമാണ്. അങ്ങനെ ഒരു കാലത്ത് ഒരു രാജാവിൻ്റെ പേര് പറയാനില്ലാത്ത കാലം ഉണ്ടായോ? എടുക്ക്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം. നമ്മൾ യോവേൽ തുറന്ന് ഉള്ളിലോട്ട് കയറുക. എൻ്റെ താക്കോല, അതിൻ്റെ വഴിയാണത്. 22:10 മുതലൊന്ന് വായിച്ചു.
മതി. അഥല്യ ഏഫോദുള്ള, ഉറീമുള്ള, പെട്ടകമുള്ള, സപ്തശാഖിയായ കവരവിളക്കുള്ള, ഇടിച്ചെടുത്ത ഒലിവെണ്ണയാൽ ജ്വലിക്കുന്ന ജ്വലനമുള്ള, സത്യാരാധനയുള്ള, ആമേൻ സ്തോത്രം, വാഗ്ദത്തമുള്ള യെരൂശലേമിൽ രാജാവായി വിളങ്ങിയ കാലം. വല്ലോ മനസ്സിലാകുന്നോ? ഇത് പുസ്തകം അറിയാത്തവർക്ക് അല്പം പുസ്തകത്തിനൊപ്പം വന്നില്ലെങ്കിൽ ഇവിടുന്ന് ചിലപ്പോൾ ഇടയ്ക്കൊന്ന് വീട്ടിൽ പോയി വന്നാൽ സംഭവം ഒന്നും പിടുത്തം കിട്ടില്ല. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ആ വീഴാറായ തേങ്ങ വീണ് കാണുമോ, ആ ഒടിയാറായ വാഴ മറിഞ്ഞു കാണുമോ, അല്ലേ, അടുക്കളയുടെ കുറ്റി ഇട്ടോ, അവിടെയൊക്കെ ഇടയ്ക്ക് അങ്ങോട്ട് പോയാൽ ഇത് ഒന്നും പിടുത്തം കിട്ടത്തില്ല. അതുകൊണ്ട് വിടാതെ പിടിച്ചോണം ഇങ്ങോട്ട്. ഈ അഥല്യ ആരാ? അഥല്യയുടെ മമ്മിയുടെ പേരെന്ന് പറയാവോ? ഇസബേൽ ആൻറ്റി. ഇവളെവിടുത്തുകാരിയാ? സീദോന്യ രാജാവായി ഓത്ബാലിന്റെ മകളാണ് ആള്. ഇവള് ആരാന്നുള്ളത് നിങ്ങൾക്കറിയാലോ, പറയണ്ടല്ലോ. സ്തോത്രം. അങ്ങനെയുള്ളൊരു അമ്മയുടെ മോളാണ് ആര്? ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ബാല, അശേര, ഇവളുടെ ആരാധന മൂർത്തികൾ, ഇവയൊക്കെ ആലയമുള്ള, ദൈവാധിപത്യം ഭരണം നടക്കേണ്ടുന്ന, ദൈവത്തിന് ജനം പാർക്കേണ്ടുന്ന ഇടത്തേക്ക് കയറ്റിക്കൊണ്ടുവരാൻ ശത്രു ഉപയോഗിച്ച ബുദ്ധിയുടെ ഭാഗമാണ് ഇസബേലിൻ്റെ ഈ രാജ്യത്തിലേക്കുള്ള 10 ഗോത്രമടങ്ങിയ രാജ്യത്തിലേക്കുള്ള ആ കയറി വരവ്. സ്തോത്രം. ഹല്ലേലൂയ. ഇസബേലിനെ നോക്കിയാൽ കല്യാണാലോചന ആഹാബുമായിട്ട് ഇല്ലേ, ഒമ്രി സമ്രി ഇല്ലേ, നിങ്ങൾക്ക് അറിയത്തില്ല, ആഹാബിൻ്റെ അപ്പൻ അറിയത്തില്ല. അപ്പം വിവാഹാലോചന വരുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന എന്താന്ന് അറിയാമോ? ഇസബേൽ ആരാ? റോയൽ ഫാമിലി. ആഹാബോ? അപ്പം നമുക്ക് യോജിച്ചതാണ്. സ്തോത്രം. റോയൽറ്റി. എന്നാലേ ഒമ്രിച്ചായോ ഇങ്ങോട്ട് വെക്കുന്നത്, കയറ്റിവിടുന്നതിനകത്ത് റോയൽ ഫാമിലിയൊക്കെയാ. ഇവിടെ അകത്ത് ക്രിസ്തുവാണോ? ഇവളുടെ അകത്ത് ആമൻ ദൈവചിന്തയാണോ? ഇവളുടെ അകത്ത് സ്തോത്രം ആത്മാവേദാന്തം കൂടെ എന്ത് ചെയ്യണം? പണ്ടാരോ പറഞ്ഞ പോലെ 1 കോടി രൂപയും 50 ലക്ഷം രൂപയുടെ ഒരു കാറും വലിയൊരു ഭൂതവും. പ്രത്യേകിച്ച് ഭാവി സംബന്ധമായ കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത് ബുദ്ധി മാത്രമല്ല, ബുദ്ധി ഉപയോഗിക്കേണ്ടെന്ന് പറയുന്നില്ല, അതിനപ്പുറത്തൊരു ദൈവഹിതം, അതിനപ്പുറത്തൊരു ദൈവത്തിൻ്റെ ഹിതവും പദ്ധതിക്കും വേണ്ടി വിഷയങ്ങളെ വിട്ടുകൊടുക്കണം. സ്തോത്രം. ഈ സഭയിലെ യുവജനങ്ങൾ കണ്ട സന്ദേശമാണ് അവർ പുറകാലെ കേട്ടോളും. ഈ സഭയെ ആമൻ ലോകവ്യാപകമായി അടുത്ത ഭാവിയുടെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ താല്പര്യപ്പെടുന്ന യുവാക്കൾ, യുവതികൾ കേൾക്കേണ്ട സന്ദേശമാണ്. സ്തോത്രം. പ്രാർത്ഥനയോടെ സ്റ്റെപ്പ് എടുത്ത് വെക്കാവൂ. ആഹാബിൻ്റെ വീട്ടിലേക്ക് കയറി അല്ലേ, ഏത് കാളയുള്ളിടത്തേക്ക് കയറി വന്നു. അവിടെ ഇരുന്നുകൊണ്ട് അടുത്ത ഉന്നം പെങ്കൊച്ചിനെ, ഇവർക്ക് 2 പേർക്കും ഒരു കൊച്ചിനെ ജനിച്ചു. അവളുടെ പേരാണ് ഏത്? അഥല്യ മോൾ. അവൾ നല്ല മോളാ. അവളെ എന്ത് ചെയ്യണം? അടുത്ത ഉന്നം വെച്ചത് 2 ഗോത്രമടങ്ങിയ ആലയമുള്ള സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം? സ്തോത്രം. അവിടേക്ക് കൊണ്ടുവന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ അവിടെ അടങ്ങിയിരിക്കാനല്ല, അവിടെ ആത്മാവ് അടങ്ങിയിരിക്കുന്ന ആത്മാവേ അല്ല, അതിങ്ങനെ ഞൊളച്ചോണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആത്മാക്കളുണ്ട്. അത് ഒരു സമാധാനത്തോട് ഒരു ദിവസം പോലും വീട് പോകാൻ ഇഷ്ടപ്പെടാത്ത ആത്മാക്കളുണ്ട്. അതിൻ്റെ പേരാണ് കലഹത്തിൻ്റെ ആത്മാവ്. സ്തോത്രം.
സമാധാനത്തോടെ കഞ്ഞി കുടിക്കാൻ സമ്മതിക്കാത്ത ആത്മാവുണ്ട്. അയ്യോ, സ്വത്രമൊക്കെ കുറഞ്ഞോ? കുഴപ്പമില്ല, ഞാൻ അതിനകത്ത് ഓടുന്ന വണ്ടിയല്ല. സ്വത്രം കുറയുമ്പോൾ എനിക്ക് ചൈതന്യം ചിലപ്പോൾ കൂടിയെന്ന് വരും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം ഈ വചനം. പ്രിയരെ, സ്തോത്രം. ഇവളെ കൊണ്ടുവന്ന് കെട്ടിച്ചു. ഇവളെന്ത് ചെയ്തു? വായിച്ചേ 10-ാം വാക്യം. അഗസ്യാവിൻ്റെ അമ്മയായ അതല്യ തൻ്റെ മകൻ, ഇത് 2 ഗോത്രമടങ്ങിയ യഹൂദ രാഷ്ട്രത്തിൽ തൻ്റെ മകൻ മരിച്ചുപോയെന്ന് കണ്ടിട്ട് എഴുന്നേറ്റ്, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, രാജസന്തതിയൊക്കെ നശിപ്പിച്ചു. എങ്ങനെ അവള് കയറിയെന്നറിയാവോ? വായിച്ച തൊട്ട് താഴെയാ. മതി, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അതല്ല, എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. ഒരു വാളെടുത്തോണ്ട് ദാവീദ് ഗൃഹത്തിന്റെ ഉള്ളിലേക്ക് കയറി വന്നു. എന്നിട്ട് അവിടെയുള്ള സകല രാജകുമാരന്മാരെയും രാജസന്തതികളെയും കൊന്നൊടുക്കേണ്ടതിന് വേണ്ടി അവൾ വാളെടുത്ത് കയറി. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഈ അതല്യ വാളെടുത്ത് കയറിയത് സാധാരണ ഒരു സ്ഥലത്തേക്കല്ല. മത്തായിലെ ലൂക്കോസ് 3-ലെയും ജീനിയോളജി ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഈ ജീനിയോളജി വംശാവലി, ആ വംശാവലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരിക്കൽ ദാവീദിനോട് യഹോവയായ ദൈവം പറഞ്ഞു, ദാവീദിന്റെ സിംഹാസനത്തെ നോക്കി, നിന്റെ ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ നിനക്കൊരു സന്തതി ഇല്ലാതെ, ആ സിംഹാസനത്തിന്റെ അങ്ങേ അറ്റത്തിരിക്കേണ്ടത് ആരാന്നറിയാവോ? ദാവീദ് പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ. മത്തായി സുവിശേഷത്തിലെ വംശാവലിയെ കുറിച്ച് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ദ ജീനിയോളജി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ വംശാവലി. ഹല്ലേലൂയ. അപ്പോൾ അതല്യ വാളെടുത്തോണ്ട് കയറിയത് എങ്ങോട്ടാ? എങ്ങോട്ടാ നീ? യേശുവിന്റെ വംശാവലിക്കുള്ളിലേക്കാ. ഹല്ലേലൂയ. അപ്പോൾ നോക്കണേ, സീദോനിൽ നിന്ന് അമ്മ വഴി, വീണ്ടും ഇവിടെ കുട്ടി വഴി, ഇഴഞ്ഞ് വിവാഹ ബന്ധത്തിലൂടെ അകത്ത് കയറി വന്നത് എന്തിന്? ആമേൻ. വാഗ്ദത്തമുള്ള ക്രിസ്തുവുള്ള വംശാവലിക്കകത്തേക്ക് അതിനെ വെട്ടാനാ വന്നത്. സ്തോത്രം, സ്തോത്രം. ഇതിൻ്റെ പേരാണ് ശത്രുവിൻ്റെ തന്ത്രം. എന്നാൽ നമ്മുടെ കർത്താവ് സർവജ്ഞാനിയായതുകൊണ്ട്, സ്തോത്രം, അതേ രാജകുലത്തിലെ രാജകുമാരിയായ യഹോശാബത്ത്, അവളൊരു നല്ല കൊച്ച, അവളൊരു പാസ്റ്ററുടെ ഭാര്യ. നമ്മുടെ ഭാഷയിൽ ഇവിടെ ഒക്കെ പറയുന്ന പോലെ, വടക്കോട്ട് പറയുന്ന പോലെ കൊച്ചമ്മ. ചില ആളുകൾ അച്ഛൻ്റെ ഭാര്യയെ മസ്കിയാമ എന്നൊക്കെ വിളിക്കുന്ന പോലെ, അമ്മാമ്മ, പാസ്റ്റർ ആൻറ്റി എന്നൊക്കെ വിളിക്കുന്നത് പോലെ, അന്നത്തെ പാസ്റ്റർ ആൻറ്റിയാണ് ആര്? യഹോശാബത്ത്. അന്നേരം ഈ അഗസ്യാവിൻ്റെ തലമുറയിലെ ഒരു കുഞ്ഞ് യോവാഷ്, അവനെ എടുത്തോണ്ട് എന്ത് ചെയ്തു എന്നറിയാവോ? ആദ്യം ഒരു ശയനഗ്രഹത്തിലാക്കി, പിന്നെ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? ഒളിപ്പിച്ചു. സ്തോത്രം. ഇവള് രാജസന്തതി പലതിനെയും കൊന്നു. എന്നാൽ വാഗ്ദത്തമുള്ളതിനെ തൊടാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. ഇവിടെ നിന്നുകൊണ്ട് പ്രവചനാത്മാവിൽ എന്ന പോലെ ആത്മനിറവിൽ ഹൃദയത്തെ തൊട്ട് ഒരു ദൂത് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. ദൈവം കണ്ടിട്ടുള്ളതിനെ, ദൈവിക വാഗ്ദത്തമുള്ളതിനെ, ക്രിസ്തുവുള്ളതിനെ, അവൻ ദൈവിക കാര്യപരിപാടിയുടെ ഭാഗമായതിനെ, അവൻ ഓരോ തല്ലിയുടെ വാളിന് മുറിക്കാൻ പറ്റില്ലെന്ന്
ആത്മനിയോഗത്തോടെ ദൂത് പറയുമ്പോൾ ഇന്ന് ഈ ആലോചന ഏറ്റെടുത്ത് പറ, എൻ്റെ മേൽ വാഗ്ദത്തമുണ്ട്, എൻ്റെ തലമുറയുടെ മേൽ വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തമുള്ള സന്തതിയെ, വാഗ്ദത്തമുള്ള നിന്നെ, വാഗ്ദത്തമുള്ള ദൈവ പൈതലിനെ അവൻ വെട്ടി ഒതുക്കാൻ ഒരു ശത്രുവിന്റെ വാളുകൊണ്ടും സാധ്യമല്ലെന്ന് ഇന്ന് ആത്മാവിൽ ദൂത് വിളിച്ചു പറയുമ്പോൾ ഈ വചനം ഏറ്റെടുത്ത് പറ, നീ അഥല്ലിയുടെ വാൾ കണ്ട് ഭയപ്പെടേണ്ട സഹോദരി, നീ അഥല്ലിയുടെ ഉയർത്തിയ വാൾ കണ്ട് ഭയപ്പെടേണ്ട സഹോദര, നിനക്കെതിരെ ഉയർത്തപ്പെട്ടിരിക്കുന്ന വാൾ കണ്ട് നീ ഭയപ്പെടേണ്ട. എൻ്റെ ദൈവം നിനക്കൊരു മറവിടമൊരുക്കും, എൻ്റെ ദൈവം നിനക്കൊരു ഒളിവിടമൊരുക്കും, എൻ്റെ ദൈവം നിനക്കൊരു സുരക്ഷയൊരുക്കും. എൻ്റെ ദൈവം ഒരുക്കിയിരിക്കുന്ന സുരക്ഷയെ ഭേദിച്ച് ഒരു ശത്രു ദൃഷ്ടിയും നിന്റെ മേൽ പതിയത്തില്ലെന്ന് ഇന്ന് പകൽ ആത്മനിറവിൽ ദൂത് വിളിച്ചു പറയുമ്പോൾ അത് ഏറ്റെടുത്ത് ആരാധിപ്പാൻ പറ്റുന്നവർ അല്പനേര കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ച് ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. വാഗ്ദത്തത്തെ കാണ്, വൈരിയുടെ വാളിനെ അല്ല നീ കാണേണ്ടത്, നിന്റെ മേലുള്ള വാഗ്ദത്തത്തെ കാണ്. നിന്നെ വിളിച്ചിരിക്കുന്ന വിളിയെ നീ തിരിച്ചറിയ, നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തെ നീ തിരിച്ചറിയ. അതല്ലിയുടെ വാൾ കണ്ട് നിന്നെ മുട്ടിടിക്കണ്ട. അവൻ നിന്നോട് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തെ അവൻ വാ തുറന്ന് പ്രസ്താവിക്കാം. ആ വാക്യത്തിൻ്റെ 23-ന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ച്. ഞാൻ ആ ആ ആ 23-ന്റെ 3 ആ ആ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാസാ, ദാവീദിന്റെ പുത്രന്മാരെ കുറിച്ച് യഹോവ അരുളി ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ രാജപുത്രൻ തന്നെ എന്ത് ചെയ്യണം? നെട്ടുകയും കുറുകയും വാളുകൊണ്ട് നടന്നു. യോവാശിനെ കിട്ടിയില്ല. സ്തോത്രം സ്തോത്രം. എവിടെ ഒളിപ്പിക്കണമെന്ന് അതല്യ തിരിഞ്ഞും മറിഞ്ഞും നോക്കി. യോവാശിനെ ദൈവം സ്തോത്രം അവനൊരു മറവിടമൊരുക്കി. അങ്ങനെയെങ്കിൽ ആത്മനിയോഗത്തോടെ ഒരു ദൂതും കൂടെ ചേർത്ത് പറയുന്നു. വാഗ്ദത്തമുള്ള നീ വാഗ്ദത്തം നിവർത്തിയാകുന്നതിന് മുന്നമേ തീർന്നു പോകാതെ എൻ്റെ ദൈവം ഒരു മറവിടം ഒരുക്കും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. തീർത്തു കളയാൻ വൈരികൾ വന്നപ്പോൾ തീർന്നു പോകാതിരുന്നതിന് കാരണം എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ വചനത്തിന്റെ പ്രകാശനത്തിൽ നിന്ന് കൈമാറുന്നു. നിന്നിൽ നിറവേറേണ്ടെന്ന വാഗ്ദത്തമുണ്ട്. എൻ്റെ ദൈവം അതുകൊണ്ട് നിനക്കൊരു മറവിടമൊരുക്കി. അങ്ങനെ അവൻ അനുഭവത്തിൽ നിന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? എൻ്റെ അനുഭവമാണ്, എൻ്റെ ദൈവം എനിക്കൊരു മറവിടം ഒരുക്കിയത് കൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു. എൻ്റെ ദൈവം ഒരു മറവിടം ഒരുക്കിയത് കൊണ്ട് ഞാൻ ഇന്ന് പകലും ദൈവത്തെ കരമടിച്ച് ആത്മാവിൽ ആരാധിക്കുന്നു. ആ ദൈവം എനിക്കൊരു മറവിടം ഒരുക്കി. ആ അപ്പോൾ ഇനി നമ്മുടെ വിഷയത്തിൽ തെന്നിപ്പോയിട്ടില്ല. അതല്യ രാജാവായി എഴുന്നേറ്റ കാലം ഇസ്രയേൽ രാജാക്കന്മാരുടെ, യഹൂദ രാജാക്കന്മാരുടെ ക്രമം ഒന്ന് നോക്കണം നിങ്ങൾ. രേഖപ്പെടുത്തിയിട്ടില്ല. അതിനെ രാജഭരണത്തിൻ്റെ ഇരുൾ മൂടിയ കാലമാണ്. അതുകൊണ്ട് ഈ കാലം രേഖപ്പെടുത്താൻ, ലിഖിതമാക്കപ്പെടാൻ ആക്കപ്പെടുന്നതിന് പരിശുദ്ധാത്മാവ് തുണ നിന്നില്ല. ഈ കാലത്താണ് ആര് പ്രവചിക്കാൻ എഴുന്നേറ്റത്? പിടികിട്ടിയോ? സ്തോത്രം സ്തോത്രം. ഇനി ഉദ്ദേശി ഇങ്ങനൊക്കെ പറഞ്ഞു വയ്ക്കാൻ എന്താ തെളിവ്?
ഈ കാലത്ത് ശുശ്രൂഷ ആരംഭിച്ചു. കുറച്ച് മുമ്പോട്ട് ചെന്നപ്പോൾ യോവാശ് മുമ്പോട്ട്, യഹോയാദായുടെ കാലത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല പുള്ളിയായിരുന്നു. എന്നാൽ യഹോയാദ വൃദ്ധനായി. അവൻ മരിച്ച ശേഷം ഇവന് ഒരു പണി കാണിച്ചു. ഞാനും എടുക്കാം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം അതിൻ്റെ ഒപ്പം വരാം. 24-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. കൽപ്പന ലംഘിച്ചെന്തെന്ന് 17-16 വാക്യങ്ങൾ മുതൽ വായിച്ചാൽ വ്യക്തം. എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ വിട്ടുപോകുന്നില്ല. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. യഹോയാദായുടെ കാലത്ത് യോവാശ് പ്രമാണം വിടാതെ നിന്നു. ഇത്രയും ഗ്രഹിച്ചാൽ മതി. എന്നിട്ട് യഹോയാദായുടെ കാലം കഴിഞ്ഞപ്പം യവന് സമകാലികനായി യഹോയാദായ്ക്കും യഹോശാപത്തിനും കൂടെ ഒരു മോനുണ്ടായിരുന്നു. ആ മോൻ്റെ പേരാണ് എന്ത്? സക്കരിയാവ്. യോവാശ് രാജാവായപ്പോൾ സക്കരിയാവ് പ്രവാചകനായിരുന്നു. നോക്കണേ, ഒരുമിച്ച് കളിച്ചു വളർന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കസിൻസ്, ഒരുമിച്ച് കളിച്ചു വളർന്ന തലമുറ എന്ന് ചിന്തിക്കാം. അന്നേരം പ്രമാണം വിട്ടപ്പോൾ യഹോവയുടെ ആത്മാവ് സക്കരിയാവിൻ്റെ മേൽ വന്നു. സക്കരിയാവ് ആത്മാവ് കൊണ്ട് നിറഞ്ഞിട്ട് എന്തോ ചെയ്തു? സ്തോത്രം. അങ്ങോട്ട് കാര്യം തുറന്ന ആത്മാവിൽ പറഞ്ഞു. ആർക്ക് നേരെ? കാസിം ബ്രദറിന് നേരെ. ഇനി അടുത്തത് 21 താഴോട്ട് വായിച്ചേ. സക്കരിയാവിന് നേരെ കൂട്ടുകെട്ടുണ്ടാക്കി. അടുത്തത് യഹോവയുടെ പ്രാകാരത്തിൽ വെച്ച് എന്ത് ചെയ്തു? കല്ലെറിഞ്ഞു. വായിച്ചേ താഴോട്ട്. ദയ ഓർക്കാതെ അവൻ്റെ മോനെ എന്ത് ചെയ്തു? എവിടെ? യാഗപീഠത്തിനും പൂമുഖത്തിനും മധ്യ വെച്ച് കൊന്നു. അന്നേരം ഇതൊക്കെ കണ്ടിട്ട് അന്നത്തെ പുരോഹിതന്മാര് നോട്ടറടിച്ച് നിന്നു. ഉസിയ ഒരിക്കലും ഏൽപ്പിക്കാത്ത ശുശ്രൂഷ ചെയ്യാൻ ധൂപകലശം കരത്തിലെടുത്തപ്പോൾ സ്തോത്രം, അവിടെയുള്ള ധൈര്യശാലികളായ പുരോഹിതന്മാരുടെ 80 പേരടങ്ങിയ സംഘം, മഹാപുരോഹിതൻ ഉൾപ്പെടെ, അവർ കണ്ണേ നോക്കി പറഞ്ഞു, ഉസിയാവ് നല്ല കൃഷിപ്രിയനാണ്, നല്ല രാജാവാണ്, കാര്യമൊക്കെ ശരി, ഇത് നിന്നെ ഏൽപ്പിച്ച പണിയല്ല, രാജാവേ, ഇത് നിനക്ക് വിഹിതമല്ല. അന്നേരം ഉസിയാവ് എന്ത് ചെയ്തു? അവരുടെ നേർക്ക് കോപിച്ചു. അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. അവൻ മരണം വരെ ഒരു പ്രത്യേക ശാലയിൽ പാർക്കേണ്ടി വന്നു. അപ്പൊ അന്ന് ധൈര്യമുള്ള ആളുകളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലത്തെപ്പോ എന്ത് ചെയ്തു? സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. എവിടെ വെച്ചാ കല്ലെറിഞ്ഞേ? പ്രാകാരത്തിൽ കല്ലുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. എറിയാൻ പറ്റിയ കല്ല് പ്രാകാരത്തിലുണ്ടോ? അപ്പൊ ഇവർ വന്നപ്പോ കീച്ചയിലിട്ടുണ്ട് വന്ന ഇച്ചിരി കട്ടി കൂടുന്നല്ലോ. കല്ലിന് പകരം തലേ ദിവസമേ തയ്യാറാക്കിയ വാക്ക് കല്ലുപോലെ. സ്തോത്രം, ഹല്ലേലൂയ. പണ്ടത്തെ കല്ലേറൊക്കെ ഇവിടെ തന്നെ കൊള്ളുമായിരുന്നു. എന്നാൽ ഇന്ന് ഈ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ വന്നുകൊണ്ട് വാട്സപ്പിൽ കൂടെ എറിയുന്നത് അങ്ങ് അമേരിക്ക വരെ ചെല്ലും. അയ്യോ, സ്തോത്രം. ഇങ്ങനെ തോണ്ടുമ്പോഴത്തേക്കും കല്ല് പോവുമല്ലേ. ചില വാക്കൊക്കെ ഒരു കല്ലേറ് കൊണ്ടയച്ചിരുന്ന നേരം കഴിഞ്ഞാൽ വേദന തൂത്താതെ പോകും. കല്ലേറിനെയൊക്കെ കട്ടുപോവാം.
ഇതും യോവേലുമായിട്ടുള്ള ബന്ധം എടുക്ക്. 2-ാം അധ്യായം യോവേൽ പ്രവചനം, അതിന് 17-ാം വാക്യം വായിച്ചേ. അപ്പൊ പൂമുഖത്തിന്റെ മധ്യേയും യാഗപീഠത്തിന്റെ പൂമുഖത്തിന്റെ മധ്യേയും പുരോഹിതന്മാർ നിന്ന് കരഞ്ഞു, കരയാൻ പറഞ്ഞു. കാരണം എന്താ? അവിടെ വെച്ച സക്കരിയാവിനെ കല്ലെറിഞ്ഞത്. ആമേൻ, സ്തോത്രം, സ്തോത്രം. ഒന്നും കൂടെ തെളിച്ചു പറയാം. എവിടെയാണോ വീഴ്ച പറ്റിയത്, എവിടെയാണോ പരിഹരിക്കപ്പെടേണ്ടത്, എവിടെയാണോ ക്രമീകരിക്കപ്പെടേണ്ടത്, അവിടെ തന്നെ, ആമേൻ, സ്തോത്രം, അവിടെ തന്നെ അനുതാപവാക്യത്തോടെ, അവിടെ തന്നെ കരച്ചിലോടെ, അവിടെ തന്നെ നെടുവീർപ്പോടെ എന്ന് ജനം നിൽക്കാൻ തയ്യാറാകുമോ, അന്ന് എൻ്റെ ദൈവം തീഷ്ണവാനായി എഴുന്നേൽക്കും. ഇതൊക്കെ ഒന്ന് ക്രമീകരിച്ചിട്ട് യഹോവയുടെ സന്നിധിയിൽ വസ്ത്രത്തെ അല്ല, ഹൃദയത്തെ കീറി ഉപവാസത്തോടുകൂടെ, കണ്ണുനീരോടുകൂടെ, ഹൃദയം നുറുക്കത്തോടുകൂടെ, പുരോഹിതന്മാർ തിരുത്തേണ്ടടുത്ത് പുരോഹിതന്മാർ തിരുത്തി, സാധാരണ ജനം തിരുത്തേണ്ടടുത്ത് സാധാരണ ജനം തിരുത്തി, ദൈവത്തിങ്കിലേക്കൊരു തിരിച്ചുവരവുണ്ടായാൽ ഇന്ന് ആത്മനിയോഗത്തോടെ ദൂത് ഇന്ത്യൻ സഭയ്ക്ക് നേരെ കൈമാറുന്ന ദൂതാണ്. ഈ സഭയ്ക്ക് നേരെ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് കൈമാറുന്ന ആലോചന ഇതാണ്. അവൻ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി തീഷ്ണവാനായി എഴുന്നേൽക്കും, തീഷ്ണവാനായി എഴുന്നേൽക്കും. ചില ക്രമീകരണങ്ങൾ വരുത്തിയാൽ അവൻ പല കാര്യങ്ങളും വൈകുന്നതിന് നമ്മൾ ക്രമീകരണം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ക്രമീകരണം ചെയ്യാത്തതാണ്. എന്നതിന് ക്രമീകരണം ഉണ്ടാകുമോ, എന്ന് മടങ്ങിവരവുണ്ടാകുമോ, എന്ന് ഒരുക്കമുണ്ടാകുമോ, എന്ന് ഏൽപ്പിക്കപ്പെടുമോ, എന്ന് അവൻ ശുദ്ധീകരണം ഉണ്ടാകുമോ, അവൻ സ്തോത്രം, അന്ന് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന നിമിഷമാണെന്ന് ആത്മനിയോഗത്തോടെ ദൂത് വിളിച്ചു പറയുമ്പോൾ ഈ ആലോചന ഏറ്റെടുക്കുന്ന എല്ലാവരും കണ്ണുകൾ അടച്ച് അല്പനേരം പ്രാപിച്ച ദൈവകൃപയിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ട് തൻ്റെ ജനത്തെ ആദരിക്കാൻ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നിന്റെ മുഖത്തെ ആദരിക്കാൻ, ആമേൻ, സ്തോത്രം, നിന്റെ കുടുംബത്തെ ആദരിക്കാൻ, സഭയെ ആദരിക്കാൻ, വിളിക്കപ്പെട്ട ദൈവ മക്കളെ ആദരിക്കാൻ, ഈ രാജ്യത്തിൽ കർത്താവിനെ സേവിക്കുന്ന ദൈവസഭകളെ ആദരിക്കാൻ എൻ്റെ ദൈവം തീഷ്ണതയോടെ എഴുന്നേൽക്കുന്ന സമയമാണ്. അവൻ അതിനു വേണ്ടി ഏൽപ്പിക്കപ്പെടാൻ എത്ര പേർക്ക് പറ്റും? എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ തന്നെ സമർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി അങ്ങ് തീഷ്ണവാനായി എഴുന്നേൽക്കണമേ. അവൻ എൻ്റെ വിഷയത്തിന് മേലങ്ങ് തീഷ്ണവാനായി എഴുന്നേൽക്കണമേ. എൻ്റെ തലമുറയുടെ വിഷയത്തിന് നടുവിൽ തീഷ്ണവാനായി എഴുന്നേൽക്കണമേ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാണ്. ശബ്ദനാഥനാഥനാഥന ശബനബനബന